ഇതാണ് ഗൈസ് സ്പിൻ ബോട്ടിൻ്റെ ഗെയിമിംഗ് വയർലെസ് ഹെഡ്സെറ്റ്. അപ്പോൾ ഇത് സ്പിൻ ബോട്ടിൻ്റെ റേഞ്ചർ HX300 എന്ന് പറഞ്ഞൊരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഇനി കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഇത് 2 കളേഴ്സാണ് പറഞ്ഞത്, ഒരു വൈറ്റും മറ്റൊന്നും ബ്ലാക്ക്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ബ്ലാക്കാണ്. ഇതാണ് ഹെഡ്സെറ്റ്. അപ്പോൾ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് യൂസർ മാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺട്രോൾസ് പറഞ്ഞത്. പിന്നെ വരുന്നത് ഒരു താങ്ക് യു കാർഡാണ്. ബാക്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഉണ്ട്. വർക്കാവുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആക്സ് കേബിളും നല്ലൊരു കേബിളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹെഡ്ഫോൺ. ഇവിടെ സ്പിൻ ബോട്ടിന് ലോഗോ കാണാൻ പറ്റും. ടോപ്പിലും സ്പിൻ ബോട്ടിൻ്റെ ബ്രാൻഡിങ് കാണാം. നല്ലൊരു സോഫ്റ്റ് കുഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടോപ്പിലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വോളിയം ബട്ടൺ കാണാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പവർ ബട്ടണും പിന്നെ വോളിയം ലെസ് ബട്ടണും പിന്നെ ഒരു മ്യൂട്ട് ബട്ടണും താഴെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി പോർട്ടും 3.5mm ജാക്കും ചാർജിങ് ഇൻഡിക്കേറ്ററും കാണാം. പിന്നെ 2 സൈഡിലായിട്ട് RGB ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂം മൈക്കും. പിന്നെ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് V5.2 ആണ്. ഇനി ട്രാൻസ്മിഷൻ റേഞ്ച് നോക്കിയാൽ 10 മീറ്റർ ആണ്. ഇനി ബാറ്ററി വരുന്നത് 400 mAh ബാറ്ററി പിക്കപ്പ്. പ്ലേ ബാക്ക് ടൈം നോക്കിയാൽ ലൈറ്റ് ഓഫ് ചെയ്ത 1670 വോളിയമിൽ അപ് ടു 18 hours നിങ്ങൾക്ക് ബാറ്ററി പിക്കപ്പ് കിട്ടുന്നതായിരിക്കും. ലൈറ്റ് ഓൺ ചെയ്ത 1670 വോളിയമിൽ നിങ്ങൾക്ക് അപ് ടു 8 hours ആണ് മിനിമം കിട്ടുന്നത്. ഇനി ചാർജിങ് ടൈം നോക്കിയാൽ ഏകദേശം 2 hours ആണ് ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 225 gram ആണ്. സ്പിൻ ബോട്ടിൻ്റെ ചെറിയൊരു റിവ്യൂ. അപ്പോൾ ഇപ്പോൾ വീഡിയോനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ലൈക്ക് ചെയ്താൽ ഈ ചാനലൊന്ന് റീച്ച് ആയി കയറും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പീസ്.